നമസ്കാരം. തനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് LDC ക്വസ്റ്റ്യൻസ് ആണെന്ന് വന്നിട്ടുള്ളത്. 40/2023 അതുപോലെ തന്നെ 36/23 ഇത് രണ്ടും പ്രീവിയസ് LDC ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം അതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി പഠിക്കാം. ഇംഗ്ലീഷിന് പോലെ ക്വസ്റ്റ്യൻസ് വേഗം നോക്കാം. ഒരു മലയാളവും ഇംഗ്ലീഷും അതുപോലെ കമ്പ്യൂട്ടറും അടങ്ങിയ ഒരു കണ്ടൻറ്റാണ് നമുക്കെന്നുള്ളത്. ഇവിടെ GK മാത്രമല്ല. സോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ആൻസർ ലാഹോർ. പൂർണ്ണ സ്വരാജ് ലാഹോർ. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആരാണ്? KB മേനോൻ. 1987 കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. അവധിനെ ഒരു ദിവസം വായിൽ വീഴാൻ പോകുന്ന ചെറിയായി വിശേഷിപ്പിച്ച ആരാണ്? ഡൽഹൌസി പ്രഭു. ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടി ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി? ജോർജിയ. ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ്? ജോർജിയ. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? വി വിദ്യാവതി. 1962 UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല ഏതാണ്? UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. അടുത്തത്, ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. 50 മുതൽ 80 വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയറാണ്. ക്രമപ്പെടുത്തി എഴുതുക. ജൂമിങ് എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യ, ലഡാക്ക് മലേഷ്യ, മിൽപ്പ മെക്സിക്കോ, റോക്കി ബ്രസീൽ എന്നിവയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയമായ കൈഗ ഏത് സംസ്ഥാനത്താണ്? കർണാടകം. കർണാടകം. ഭൂമിയുടെ ഉപരിതലത്തിനോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്? വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘം ഏതൊക്കെയാണ്? നിംബസ് മേഘങ്ങൾ. ഇരുണ്ട ധാരാളപ്പെട് നിംബസ് മേഘങ്ങൾ. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സൈറ്റായി 2022 പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? അരിട്ടാപ്പട്ടി. ജൈവവൈവിധ്യ സൈറ്റ് ഏതാണ്? അരിട്ടാപ്പട്ടി 2022 പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയേതാണ്? ആൻസർ പ്രസ്താവന 1 ഉം 3 ആൻസർ പറയുന്നത്. 1, റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. നെക്സ്റ്റ്, കമ്മി ബജറ്റ് എന്നത് എന്താണ്? വരുമാനം കുറവ്, ചെലവ് കൂടുതൽ. വരുമാനം കുറവ്, ചെലവ് കൂടുതലുമാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 2 മാത്രമാണ് ശരിയില്ലാത്തത്. നോക്കാം. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ശരിയായ പ്രസ്താവനയാണ്. വൈദ്യോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അബ്രം ഉപയോഗിക്കുന്നു. ദിഗ്ബോയ് അസമിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം ദിഗ്ബോയിലാണ്. നെക്സ്റ്റ് വൺ, നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 1 ജനുവരി 2015. ജനുവരി 1, 2015 നീതി ആയോഗ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ.
മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതി ഏതാണ്? ആൽഗോ ട്രേഡിംഗ്. ട്രേഡിംഗ് രീതി ഏതാണ്? ആൽഗോ ട്രേഡിംഗ്. ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതി ഏതാണ്? ആൽഗോ ട്രേഡിംഗ്. നെക്സ്റ്റ് വൺ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെച്ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ശരി ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ആർട്ടിക്കിൾ 51A. 86-ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഭാഗം 4A ആർട്ടിക്കിൾ 51, 86-ാം ഭേദഗതി, 11 മൗലിക കർത്തവ്യങ്ങൾ. അടുത്ത് നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരിയായത്. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. നിർദ്ദേശകം അയർലൻഡ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. പിന്നെ നിയമവാഴ്ച ബ്രിട്ടൻ. നിയമവാഴ്ച ബ്രിട്ടീഷ്. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്, നിയമവാഴ്ച ബ്രിട്ടീഷ്. നെക്സ്റ്റ് വൺ, ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 2ഉമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കാം. ഇത് രണ്ടുമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പ്രസ്താവനകൾ. ഇതൊക്കെ വരുന്ന അനുച്ഛേദം ഏതൊക്കെയായിരുന്നു? അത് 29, 30. ന്യൂനപക്ഷം വരുന്ന 29, 30മാണ്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 3ഉം ശരിയായവയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശരിയായതൊക്കെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. 1, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനകത്ത് എന്തൊക്കെ വരിക? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? 1ഉം 3ഉം തെറ്റാണ്. 2 മാത്രം നോക്കാം. കേസുകളിൽ ശിക്ഷ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ 3 പോയിൻറ്റ്സ് വായിക്കുക. ഒന്നുകൂടെ, മുൻ സുപ്രീം കോടതി ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മനുഷ്യാവകാശങ്ങൾ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കാം അല്ലേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുക. 12-32 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുക. 3-ാം ഭാഗം അല്ലേ, 3rd ഭാഗം. ഭരണഘടനയിലെ 36-51 വരെയാണ് എന്ത്? നിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കില്ലേ. 4A വരുന്നത് 36-51 നിർദ്ദേശ തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. പിന്നെ അനുച്ഛേദം 300A 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് അല്ലേ. 44 ഭേദഗതി അല്ലേ, അതൊക്കെ പഠിക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് അല്ലേ. 44 ഭേദഗതി ആണിത്. നെക്സ്റ്റ് വൺ, കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗം 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും തലവൻ. കാര്യനിർവഹണ വിഭാഗം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാം ശരിയാണ്. നോക്കാം. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുക. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്.
ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇവിടെയെല്ലാം ശരിയാണ്. 1. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. കില ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്, സ്വയം ഭരണാധികാര സ്ഥാപനമാണ്, അല്ലേ? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ. അത്രയുമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കിലയുടെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീർത്താസ് ശരിയല്ലാത്തവയല്ലേ. ശരിയുള്ളത് നോക്കാം നമുക്ക്. കീർത്താസ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. കീർത്താസ് സർക്കാർ സ്ഥാപനമാണ്. ഇനിയും കേരള വനിതാ കമ്മീഷന് ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ശരി ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. 1 കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. 1 കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതാകുമാരിയാണ്. കേരള വനിതാ കമ്മീഷനാണ് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രൂപീകരിച്ചതാണ്. ആദ്യത്തെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ്. അടുത്തത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? എല്ലാം ശരിയായവയാണ്. നോക്കാം. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. പ്ലാനിംഗ് ബോർഡിലെ എക്സ്പെർട്ട് പാർട്ടി മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്നതായിരുന്നു ബോർഡിൻ്റെ പ്രധാന ചുമതല. നെക്സ്റ്റ് വൺ. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കൂറുമാറ്റ നിരോധന നിയമം ഏതൊക്കെ നോക്കാം. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. 1. 52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു. 52-ാം ഭേദഗതി 91-ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി. സഭാ അധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുക, അല്ലേ? ഇവിടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അയോഗ്യതയെക്കുറിച്ചൊക്കെ പറയുന്നതാണ് എന്തത്? കൂറുമാറ്റം, അല്ലേ? അയോഗ്യതയാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം. 52 ഉണ്ട്, 91 വീണ്ടും ഒന്നുകൂടി പുതുക്കി, അല്ലേ? അതാണ് കൂറുമാറ്റ നിരോധന നിയമം. നെക്സ്റ്റ് വൺ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന എന്നാണ് നമ്പർ 14. പുകയിലിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ. താഴ്ത്തുന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏതൊക്കെയാണ്? നിപ്പ, അല്ലേ? വൈറസാണ് നിപ്പ. ക്ഷയത്തിൻ്റെ BCG, അല്ലേ? നെക്സ്റ്റ്. നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത് ഏതാണ്? നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത് ഏതാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ, അല്ലേ? DNA പ്രൊഫൈലിങ്, ജീൻ മാപ്പിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിങ്ങും ഒക്കെ എന്താണ്? നവീന പുതിയ ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ഇതൊക്കെ DNA പ്രൊഫൈലിംഗ്, DNA എടുത്ത് വെച്ചിങ്ങനെ അടുക്കി വെച്ചിട്ട് പ്രൊഫൈലിംഗ് ചെയ്യുക. ജീൻ മാപ്പിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിങ്. നെക്സ്റ്റ് വൺ. പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. അടുത്തത്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത അവസ്ഥയോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ്? APPT. രക്തം നിലയ്ക്കാത്ത അവസ്ഥ വരുന്ന രോഗം ഏതായിരുന്നു? ഹീമോഫീലിയ, അല്ലേ? അപ്പോൾ ടെസ്റ്റ് എന്ത് വേണം നമുക്ക്? APPT, അല്ലേ? സ്മോൾ a ആണ് PPT. 20 cm ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രത ആരം എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. അത് കാണാൻ പഠിച്ചു വെച്ചേക്കാം, എപ്പോഴും ചോദിക്കുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത്? സ്റ്റെതസ്കോപ്പ്. ഒറ്റയാനെ കണ്ടെത്തുക, മില്ലിമീറ്ററാണ്. തന്നിരിക്കുന്ന സബ്ഷെല്ലിൽ സാധ്യമല്ലാത്തത് ഏതാണ്? 2D, അല്ലേ? 2D 2SL വരെയുള്ള 2D ആണ് സാധ്യമല്ലാത്തത്. താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏതാണ്? സോഡിയമാണ്. ക്രിസ്റ്റലാകൃതിയില്ലാതെ കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു. അമോർഫസ് കാർബണിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? അമോർഫസ് കാർബണിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? കൽക്കരിയാണ്. അമോർഫസ് കാർബൺ എന്ന് പറയുന്നത് കോക്ക്, ഗ്രാഫൈറ്റും മരക്കരിയും അമോർഫസ് കാർബണുകളാണ്. കേരളത്തിൻ്റെ സംസ്കാര തലസ്ഥാനം ഏതാണ്? തൃശ്ശൂർ. കലകളുടെ രാജാവ്
കഥകളി. ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ള. ക്ഷീരമുള്ളൊരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇത് പാടിയതാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ബ്രസീൽ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. 22 ലോക ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയതാണ് എംബാപ്പെ. ഗോൾഡൻ ബൂട്ട് എംബാപ്പെ. ഒരു വർഷം ക്രിസ്തുമസ് ചൊവ്വാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം റിപ്പബ്ലിക്. ശരി, ഇത് മാത്സിൻ്റെ ഭാഗം അല്ലേ. നെക്സ്റ്റ് വൺ നോക്കാം, ഇംഗ്ലീഷാണ്. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് ഡാഷ്. എ കൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ്. ഗ്രൂപ്പ് ഓഫ് ഈഗിൾസിന് പറയുന്ന പേരെന്താണ്? കൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ് ആണ്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ആർ ഗോയിങ്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് വരുമ്പോൾ അവിടെ പ്ലൂറലാണ് വരുന്നത്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ആർ ഗോയിങ് ഫോർ ദി പാർട്ടി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സാമ്പിൾ ഗ്രേഷ്യ? ഫോർ എക്സാമ്പിൾ എന്നാണ് എക്സാമ്പിൾ ഗ്രേഷ്യയുടെ വരുന്നത്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ചിൽഡ്രൻ മേക്ക് എ കേക്ക്. അപ്പോൾ കേക്കിൽ തുടങ്ങണം അല്ലേ. എ കേക്ക് ഈസ് മേക്ക് വന്നേക്കുന്നത് വെർബോടെ. സോ എ കേക്ക് ഈസ് മെയ്ഡ് ബൈ ചിൽഡ്രൻ. അടുത്തത്, ഹീ സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് അണ്ടർലൈൻഡ്. ഡിപ്ലോമാറ്റിക്കലിയുടെ ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ് വരിക എന്നുള്ളതാണ്. ഹീ സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി അല്ലേ, സംസാരിച്ചത് ഡിപ്ലോമാറ്റിക്കലി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? സ്പീച്ച് ചെയ്തില്ലേ, സ്പോക്ക് എന്ന് പറയുമ്പോൾ സംസാരിച്ചു വെർബാണിത്. സോ ആഡ് വെർബ് അല്ലേ, എങ്ങനെ സംസാരിച്ചു? ഡിപ്ലോമാറ്റിക്കലി. സോ ആഡ് വെർബാണ് ഇവിടെ വരിക. ഇനി ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ സെൽഡം. പിന്നെ കോമ്പൗണ്ട് വേർഡ് ബ്ലാക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ഹെഡ് എന്ന് പറയുമ്പോൾ ഫൂളിഷ് പേഴ്സൺ. ബ്ലോക്ക് ഹെഡ് അല്ലേ, തലയിൽ ബ്ലോക്കായിരിക്കുക, ഫൂളിഷ് പേഴ്സൺ ആണ്. ഫൈൻഡ് ദ suitable preposition നോക്കാം. വേർ ആർ യു കമ്മിങ് ഫ്രം? ഓട്ടോമാറ്റിക്കലി വായിലിങ്ങനെ വരും അല്ലേ, സംസാരിച്ച് നോക്കിയാൽ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഹോമിയോപാത്ത്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്കൂൾ ദാൻ ദ അസംബ്ലി സ്റ്റാർട്ടഡ്. നോ സൂണർ ദാനാണ് വരുന്നത് ഇവിടെ. നോ സൂണർ ഡിഡ് ഐ റീച്ച്, ഇവിടെ നോക്കണം സിമ്പിൾ പ്രസൻ്റ് ആണ് വന്നേക്കുന്നത് അല്ലേ. നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ, ഡിഡ് പ്ലസ് റീച്ച് ആട്ടോ. ഡിഡ് ഐ റീച്ച് സിമ്പിൾ പ്രസൻ്റ് അല്ല. ഡിഡ് ഐ റീച്ച് ദ സ്കൂൾ ദാൻ ദി അസംബ്ലി സ്റ്റാർട്ടഡ്. നോ സൂണർ വരുമ്പോൾ എപ്പോഴും ദാൻ ആയിരിക്കും അല്ലേ. അതുപോലെ ഹാർഡ്ലി വരുമ്പോഴോ ഹാർഡ്ലി വെൻ അല്ലേ, ഹാർഡ്ലി വെൻ ആണ് വരിക. ഹാർഡ്ലി വെൻ. നോ സൂണർ ദാനാണ് വരിക. നെക്സ്റ്റ് വൺ മലയാളമാണത്. താഴെ കൊടുത്തിരിക്കുന്നതും പൂജക ബഹുവചനത്തിനും ഉദാഹരണം എന്താണ്? പൂജക ബഹുവചനം. ഗുരുപാദർ അല്ലേ, ഭടന്മാർ, അധ്യാപികമാർ, മിടുക്കർ. അപ്പോൾ അതിനകത്ത് വരാത്ത കാര്യം ഏതായിരുന്നു? ഗുരുപാദർ. അങ്ങനെ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. അതല്ല, ഇതിലൊന്നിലും വരാതെ കോമണായി പറയുന്ന ആരാണ്? ഗുരുപാദറാണ് പൂജക ബഹുവചനം. അനിൽ എന്ന വാക്കിൻ്റെ പര്യായം തീയ. പടി കടത്തുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. ശരിയായ പദം പ്രായശ്ചിത്തം. ചായം കൂടി പ്രായശ്ചിത്തം. പൂത്തട്ടം ഇത്തരട്ടിച്ചു അല്ലേ, പൂത്തട്ടം. പുല്ലിംഗ പദമല്ലാത്ത ഏതാണ്? സമർത്ഥയാണവൾ അല്ലേ എന്ന് പറയാറുണ്ട്. കയ്യാടിയാലേ വായാട് എന്ന് പറയുമ്പോൾ അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. നെക്സ്റ്റ് വൺ ആമയോ എന്ന് പറഞ്ഞാൽ നിരാമയമാണ്. നെക്സ്റ്റ് തിരു പ്ലസ് ഓണം ആഗമസന്ധി അല്ലേ, തിരുവോണം അല്ലേ, തിരുവോണം ആഗമസന്ധിയാണ്. കാളദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ഉൽപ്പതിഷ്ണുവാണ്. കാളദേശാദികൾക്ക് അനുയോജ്യ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉൽപ്പതിഷ്ണു എന്ന് പറയും. നെക്സ്റ്റ് നോക്കാം, കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണത്. IT സെക്ഷൻ. MICR സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷനാണ്. ദ പെർഫോമൻസ് ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് കോമൺലി മെഷേർഡ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് എങ്ങനെ അളക്കാം? ഫ്ലോപ്സ് ആണ്. ദ പ്രോസസ്സിംഗ് ഓഫ് QR കോഡ് ഈസ് ഡൺ യൂസിങ്. ആരാണ് QR കോഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്? എന്താണ്? റീഡ് സോളമൻ എറർ കറക്ഷൻ. ഹെക്സാഡെസിമൽ നമ്പർ റെപ്രസെൻറ്റ്സ് 14 വിച്ച് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ റിസൈഡ്സ് ദ മെയിൻ മെമ്മറി ഓൾവേസ്? ലോഡർ ആണ്.
സിസ്റ്റമാണ്, സോഫ്റ്റ്വെയറാണ് റെസൈഡ്സ് മെയിൻ മെമ്മറി എപ്പോഴും കാണിക്കുന്നത്. ലോഡറാണ് കാണിക്കുക. ദ എക്സിക്യൂട്ടബിൾ ഫയൽ നെയിം ഫോർ മൈക്രോസോഫ്റ്റ് വേർഡ് വിൻവേർഡ് EXE. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ നമുക്ക് അപ്പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഫയൽ ഏതാണ്? വിൻവേർഡ് EXE നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് കാണിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ്. ദ മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദി പേജ് വെൻ പ്രിൻറ്റിംഗ് എന്നാണ് ശരിയുള്ളത്. ദ ഫോർമുല ഇൻ എക്സൽ ഓൾവേസ് ബിഗിൻ വിത്ത് an equal sign. ഇനി ഇൻ എക്സലിൽ റിബൺ ക്യാൻ ബി ഷോൺ ഓർ ഹിഡൻ യൂസിങ് എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ Ctrl+F1 ആണ്. Incorporation of ready-made styles that can be easily used for a PowerPoint presentation is known as template. അതായത് റെഡിമെയ്ഡ് സ്റ്റൈൽസിൽ നമുക്ക് എങ്ങനെ കാണിക്കാം, PowerPoint പ്രസൻറ്റേഷൻ കാണിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ടെംപ്ലേറ്റ് വഴി കാണിക്കാൻ പറ്റും. സ്ലൈഡ് കാണിക്കും നമുക്ക്. ടെംപ്ലേറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇതിനെ സ്റ്റൈലിഷ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും. ടെംപ്ലേറ്റ് അതാണ്. നെക്സ്റ്റ് വരുന്നത് 36 ആണ്. പട്ടികയിൽ നിന്ന് ശരിയില്ലാത്തവ ഏതാണ്? ഇത്. ബാക്കി ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ബംഗാൾ, നീലദർപ്പൺ, ദീനബന്ധുമിന്ദ ബംഗാൾ, ഗീതാഞ്ജലി ടാഗോർ ബംഗാൾ. ഓക്കെ, ആനന്ദമഠം ബംഗാൾ, നീലദർപ്പണും ബംഗാൾ, ഗീതാഞ്ജലി ബംഗാൾ. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടത്? ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് പരാജയപ്പെട്ടതായിരുന്നു? ജൂത ജനകീയ പ്രസ്ഥാനം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? മുസോളിനി. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സോഴ്സിലൊന്നാണ് പതിറ്റുപത്ത്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിത്രമാണ്. മൂഷകവംശ മഹാകാവ്യം. പ്രധാനപ്പെട്ട വംശീയവലി ചരിത്രം ഏതായിരുന്നു? ചരിതം. വംശീയവലി ചരിതം പറയുന്ന ഏതാണത്? മൂഷകവംശ മഹാകാവ്യം. നെക്സ്റ്റ്, പരസ്പര ബന്ധമില്ലാത്ത തിരിച്ചറിയുക. ബന്ധമില്ലാത്തവ ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ്. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുനഃപ്രവേശന സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 1946. മലബാർ കലാപം 21ആണ്. പുനഃപ്രവേശന സമരം എന്നാണ്? 46. ഓർത്തിരിക്കുക. നെക്സ്റ്റ് താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്നും ശരിയായ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായവ ഏതൊക്കെയായിരുന്നു? 2ഉം 4ഉം ശരിയായവ. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ചവ വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഉപദ്വീപ പീഠഭൂമിയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. 1ഉം 2ഉം 3ഉം ഉണ്ട്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇവിടെ വരുന്നുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി വരുന്നുണ്ട്. മഹാനദി ഗോദാവരി നദികളുടെ ഉത്ഭവ പ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നും ഉപദ്വീപീയ പീഠഭൂമിയെ വിളിക്കുന്നു. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, മഹാനദി ഗോദാവരി ഉത്ഭവിക്കുന്നു, ധാതുക്കളുടെ കലവറ, ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണം. കൽക്കരി. ഫോസിലിൽ നിന്നാണ് എന്തുണ്ടാവുക? അവസാദശിലകൾ ഉണ്ടാവുക. സോ കൽക്കരി നമുക്ക് എടുക്കാൻ പറ്റും, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ബന്ധപ്പെടാത്തത് ഏതാണ്? ഇതൊന്നും ബന്ധമില്ല, അപ്പോൾ വായിക്കുകയും വേണ്ട കേട്ടോ. നെക്സ്റ്റ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ
സായൻ സെപ്റ്റംബർ 16. നെൽകൃഷി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നെൽകൃഷി എല്ലാം നെല്ലിൻ്റെയാണ്. നോക്കാം. ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന നഗരങ്ങളിലും ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. ഇന്ത്യയിലെ മുഖ്യവിളയിൽ ഒന്നാണ് നെല്ല്. ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. നെക്സ്റ്റ് വൺ, 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായതല്ല. 1, 2, 3 ശരിയാണ്. 74-78 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഗരീബി ഘടാവോ പരിപാടി നടപ്പിലാക്കി. പിന്നെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു അല്ലേ. ഇത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരയോട് ഓർത്തിരുന്നാൽ മതി. 74-78 ഗരീബി ഘടാവോ ഇന്ത്യൻ നാഷണൽ ഹൈവേ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഗരീബി ഘടാവോ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ, ഓർത്തിരിക്കുക. 91 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല? 1, 2 ശരിയാണ്. പ്രസ്താവന വന്ന് നോക്കാം. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2ആയി തിരിച്ചു. ഇതിനെയാണ് 91 സാമ്പത്തിക പരിഷ്കരണം. സ്ഥിരീകരണ നടപടികളെന്നും ഘടനാപരമായ പരിഷ്കരണ നടപടികളെന്നും 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികൾ ആണ് സ്ഥിരീകരണ നടപടികൾ. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണെന്ത്? സ്ഥിരീകരണ നടപടികളെന്ന് പറയുന്നത്. 91 സാമ്പത്തിക പരിഷ്കരണമാണ് അല്ലേ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ പോലെ ഉണ്ട് എന്തൊക്കെയാണ്? ഉദാരവൽക്കരണവും അതുപോലെ എന്താണ് സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ കാര്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബാങ്കുകളുടെ ബാങ്ക് ആരാണ്? RBI. വാണിജ്യ ബാങ്ക് SBI. പുതുതലമുറ ബാങ്ക് എന്ന് പറയുമ്പോൾ ICICI അല്ലേ, ശരിയാണോ? ICICI ശരി. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഉൾപ്പെടുന്നു. ശരി ഏതൊക്കെയാണ്? ഗതാഗതം എന്ന് പറയുമ്പോൾ എന്താണ്? തൃതീയ മേഖല നമുക്കറിയാം. ഗതാഗതം തൃതീയ മേഖലയാണ്. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയാണ്. നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് ദ്വിതീയ മേഖല. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. ഇനി അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്തൊക്കെയാണ്? അലോഹധാതുക്കൾ സംബന്ധിച്ച് സി ആണ് ആൻസർ. നമുക്ക് ശരിയായി നോക്കാം. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയില്ലാത്തവ. ശരിയായ നമുക്കൊന്ന് വായിക്കല്ലേ. 2015 ജനുവരി 1-ാം തീയതി രൂപീകൃതമായതാണെന്ത്? നീതി ആയോഗ് അല്ലേ. ഇപ്പോഴും ചോദിക്കാം. 2015 ജനുവരി 1-ാം തീയതി രൂപീകൃതമായതാണിത് നീതി ആയോഗ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ഉദ്ദേശം. ദേശീയ ടെക്സ്റ്റിൽ കിടക്കുന്ന അതേ കണ്ടൻറ്റാണ് അല്ലേ. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് ആവശ്യമുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റുദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്.
അടുത്തത് 2022 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആൻസർ പശ്ചിമ ബംഗാൾ 1ാമത്, 2ാമത് ഉത്തർപ്രദേശ്, പഞ്ചാബ് 3ാമത്. നെക്സ്റ്റ് വൺ നോക്കാം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുകൊടുക്കുന്നത്? അവസര സമത്വം 16 അവസര 16. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഡിസ്ട്രിക്റ്റ് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഇവിടെയാണിത് നിർദ്ദേശ തത്വങ്ങൾ അല്ലേ. ഗാന്ധിജിയുടെ ഓർക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ ഓർക്കുക, ക്ഷേമരാഷ്ട്രം എന്നൊക്കെ ഓർത്തിരിക്കുക, അപ്പോൾ കിട്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദിച്ചിട്ടുണ്ട്? 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായ ഏതൊക്കെയാണ്? 1, 3. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഉള്ളവയാണ് 1, 3. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2 ശരിയാണ്. നോക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. നെക്സ്റ്റ് വൺ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? മെഡിസെപ്പ്. സംസ്ഥാന ഗവർണർ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. അടുത്ത മുകളിൽ പറഞ്ഞൊക്കെ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? നെക്സ്റ്റ് വൺ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 22 അതുകൊണ്ട് നെഫ്രൈറ്റിസ് മനുഷ്യരിടത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ്. വൃക്കയാണ് നെഫ്രൈറ്റിസ് അല്ലേ. നെഫ്രോൺ ഓർക്കുക. വൃക്കയുടെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? നെഫ്രോൺ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നെഫ്രൈറ്റിസ് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? പിത്തരസം 1, 3 തെറ്റായ പ്രസ്താവന അല്ലേ. അപ്പോൾ 2 നമുക്ക് നോക്കാം. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല അല്ലേ. പിത്തരസം പക്ഷേ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും? ലിപ്പേസ് എന്ന എൻസൈം ആക്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം? പിത്തരസം വേണം. ലിപ്പേസ് എന്ന് പറയുമ്പോൾ ലിപ്പിഡിനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് അല്ലേ, ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നവയാണ്. ആ ലിപ്പേഴ്സിനെ പ്രവർത്തിക്കണമെങ്കിൽ ആരുകൂടി തള്ളിക്കൊടുക്കണം? പിത്തരസം തള്ളിക്കൊടുക്കണം. നെക്സ്റ്റ്. പിത്തരസം ഇവിടെ ഉണ്ടാകുന്നതായിരിക്കണം പിത്താശയ സഞ്ചി എന്ന് കേട്ടില്ലേ, കള്ളിൻ്റെ ഭാഗത്തു കാണപ്പെടുന്ന ചെറിയ പച്ച കളർ കാണുന്ന ചെറിയ ഉണ്ട പോലത്തെ സാധനം പിത്താശയം അല്ലേ, അവിടെ നിന്ന് വരുന്നതാണ് പിത്തരസം. നെക്സ്റ്റ് വൺ. വൈറ്റമിൻ എയുടെ തുടർച്ചയാഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏതൊക്കെയാണ്? 1, 4 പൈനിയൽ ഗ്രന്ഥി, മെലാറ്റോണിനും ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണത്? സെറാട്ടോണിൻ. പിന്നെ അഡ്രിനൽ ഗ്രന്ഥി പറയുമ്പോൾ കോർട്ടിസോൾ അല്ലേ. ഇത് 2 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിക്കും എന്താ ഉള്ളത്? തൈറോക്സിൻ അല്ലേ. തൈറോക്സിൻ. ആഗ്നേയ ഗ്രന്ഥി പറയുമ്പോഴത്തേക്കിന് ആഗ്നേയ രസങ്ങളാണ് വരുന്നത്. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ്. കാർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പരിപാടി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? 2018 ഒക്ടോബറിലാണ്. KR
KAR സാപ്പ്, കാർ സാപ്പ് എന്ന് പറയും ഷോർട്ട് ഫോം കേട്ടോ. കാർ സാപ്പ് 18 ഒക്ടോബറിലാണ് വന്നേക്കുന്നത്. 22 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ. 22 പരിസ്ഥിതി സ്വീഡനായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. രണ്ടും ശരിയാണ്. നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. അടുത്തത്, ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏതാണ്? പാസ്കൽ നിയമം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങായിട്ട് മാറുന്നു. മനുഷ്യനെ സ്പേസിലെത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഗഗൻയാൻ. ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുത്വതരംഗങ്ങൾ. ലിഥിയം ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളുടെ എണ്ണം 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്ന് മാത്രം ശരിയാണ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലാണ്. ഒരു അക്വേറിയത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് വരുംതോറും എന്ത് ചെയ്യുന്നു? മർദ്ദം കുറയുന്നതുകൊണ്ട് കുമിളയുടെ വലിപ്പം കൂടുന്നു. മുകളിലേക്ക് വരുംതോറും വലിപ്പം കൂടുന്നതിൻ്റെ കാരണം എന്താണ്? മർദ്ദം കുറയുന്നതുകൊണ്ടാണ് മുകളിലേക്ക് വരുംതോറും കുമിളയുടെ വലിപ്പം കൂടിക്കൂടി വരുന്നത്. കേരളത്തിന് തനത് കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. രാജ രവിവർമ്മയുടെ സൃഷ്ടിയല്ലാത്തത് ഏതാണ്? ഉമയുടെ തപസ്. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ്? വള്ളത്തോൾ. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന ആരാണ്? പെരിയാർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഇംഗ്ലണ്ടാണ്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴയുടെയാണ്. നെക്സ്റ്റ് വൺ. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കൂത്തു. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏത് സെഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുക? 66D. IT ആക്ട് ഓർക്കുക, 66D എന്നുകൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഒക്ടോബറാണ്. ദേശീയ സുരക്ഷാ ബോധവൽക്കരണ മാസം ഒക്ടോബറാണ്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കീബോർഡ്. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്നു? റേഡിയോ തരംഗം. ബ്ലൂടൂത്തിൽ റേഡിയോ തരംഗമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റിനകത്ത് A തെറ്റാണ്, പക്ഷേ R ശരിയാണ് അല്ലേ? നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. തെറ്റായ പ്രസ്താവനയാണ് അതല്ലേ? നിയമസഭാ സ്പീക്കറുടെ കയ്യിലുള്ളതാണെങ്കിലും വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം അല്ലേ? ശരിയായത് ഏതാണെന്ന് പറഞ്ഞ് നോക്കാം. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കുന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള വിവരമൊക്കെ നമുക്ക് കിട്ടും. ഇതുവഴി വിവരാവകാശ നിയമപ്രകാരം കിട്ടും അല്ലേ? 10 രൂപ കൊടുത്താൽ മതി. 10 രൂപ കൊടുത്താൽ പോലെ അപേക്ഷ കൊടുക്കണം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 3 തെറ്റായ പ്രസ്താവന. നോക്കാം.
ഇത് വേണ്ട അല്ലേ. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019-20 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. എന്നാണത് 2019-20 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ജൂലൈ 20 നിലവിൽ വന്നു അല്ലേ. ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിലും പഠിക്കാൻ പറ്റും അല്ലേ. ജൂലൈ 20 നിലവിൽ വരിക. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥത തർക്ക പരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, മീഡിയേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ജൂലൈ 20 പ്രബോധനത്തിൽ വന്നേക്കുന്നത്. 1 പോയിൻ്റ് കിട്ടും അല്ലേ. നെക്സ്റ്റ് 61 വയസ്സുള്ള അത് നോക്കിക്കോളൂ. നെക്സ്റ്റ് നോക്കാം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവൃത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? എയും ബിയും ലഭ്യമാണ്. നോക്കാം. എ നോക്കാം. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശം ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. 2005 19 വകുപ്പ് പ്രകാരമാണെന്ന് ഓർക്കുക അല്ലെ. ഗാർഹിക പീഡനം എന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നോക്കുക എന്താണ് പങ്കുപാർത്ത വീട് മീൻസ് ഒന്നിച്ച് താമസിച്ച വീട്. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാൻ ഉത്തരവുണ്ട്. അതിനുള്ള ഉത്തരവും ഉണ്ട്. നെക്സ്റ്റ് 1 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? 18 വയസ്സ് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. ഇംഗ്ലീഷാണ്. ചേഞ്ച് ഇൻ ടു ദി ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. എങ്ങനെ എഴുതും? റാണി തുടങ്ങും അല്ലേ. റാണി പറഞ്ഞു. റാണി സെഡ് ദാറ്റ് അല്ലേ. ഐ എന്നുള്ളത് ഷീ, വിസിറ്റഡ് പാസ്റ്റ് ഫോം അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. ഷീ ഹാഡ് വിസിറ്റഡ്. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്കായി മാറി. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ്. വിസിറ്റഡ് എന്തായിട്ട് മാറുക? ഹാഡ് വിസിറ്റഡ് ആയിട്ട് മാറി. ഐ എന്തായിട്ട് മാറി? ഷീ. റാണിയായപ്പോൾ ഷീ ആയിട്ട് മാറി. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദി പ്രീവിയസ് വീക്ക്. വാട്ട് ഡസ് പ്രിഫിക്സ് എക്സ്ട്രാ മീൻ? ദ വേർഡ് എക്സ്ട്രാ ഓർഡിനറി. എക്സ്ട്രാ ഓർഡിനറിയിലെ എക്സ്ട്രാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബിയോണ്ട് അല്ലേ, അതിനപ്പുറം. ഓർഡിനറി അതിനപ്പുറമാണ് ഉദ്ദേശിക്കുക. ഫൈൻഡ് ഔട്ട് ദി ആർട്ടിക്കിൾസ്. എ ഈവ് എന്നാണ്. എ ഈവ്. ഐഡൻറ്റിഫൈ ദ സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ ഫോം. സ്റ്റിമുലസ്. സ്റ്റിമുലൈ. MULI. സ്റ്റിമുലൈ. കറക്റ്റ് ആൻസർ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ആണ്. അപ്പോൾ എന്താവും? അപ്പോഴത് വുഡ് ഹാവ് ഗോട്ട് എന്നാണ് വരിക. ഹാഡ് സ്റ്റഡി വന്നുകൊണ്ട് ഹാഡ് വന്നില്ലേ. അപ്പോൾ വുഡ് ഹാവ് ഗോട്ട് എന്ന് വരുന്നുണ്ട്. ഹാഡ് സ്റ്റഡി വെൽ മീൻസ് വുഡ് ഹാവ് ഗോട്ട്. യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. ഗെറ്റിൻ്റെ ആണ് അപ്പോൾ ഇവിടെ വുഡ് ഹാവ് ഗോട്ട്. ഇവിടെ അനുസരിച്ച് നമ്മളങ്ങോട്ട് പോവുക. ഇവിടെ മാറ്റം വരിക അല്ലേ. കുറച്ച് അറിയാവുന്നവർക്കൊക്കെ എഴുതാൻ പറ്റും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ എക്സാം ഇസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. ദാൻ വരുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് വരുന്നത്? ഈസിയർ ദാൻ. വാട്ട് ഈസ് സിനോണിം ഓഫ് സോർ? സോണിൻ്റെത് ഇവിടുത്തെ ആൻസർ ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഐ ആം എൻ എത്തിക്സ്റ്റ്. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴും അല്ലേ ആമിൻറ്റ് ഉണ്ട് അവിടെ അല്ലേ. അപ്പോൾ ആം വന്നു. അപ്പോൾ ആർട്ട്. ആമുണ്ട്. ആം എടുക്കാം അല്ലേ. ആം നോട്ടൊന്നും നമ്മൾ എഴുതത്തില്ല. പകരം എന്ത് എഴുതത്തുള്ളൂ? ആറിൻ്റാണ് എഴുതുക. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് അപ്പാർത്തൈഡ്. സെപ്പറേറ്റ്നെസ്. വാട്ട് ഈസ് ദ മസ്കുലാർ ജെൻഡർ ഓഫ് ഡച്ച്നെസ്? ഡ്യൂക്ക് ഡച്ച്നെസ്. മലയാളം. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പദം ഏതാണ്? സതീർത്ഥ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നതിന് അർത്ഥം വരുന്നത് എന്താണ്? വിവക്ഷയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം തിക്താനുഭവം എന്ന് കേട്ടിട്ടില്ലേ? തിക്താനുഭവം ഇഷ്ടമില്ലാത്തല്ലേ, കൈപ്പേറി. അപ്പം മധുരമാണ് അതിൻ്റെ വിപരീതം. ആപ്പിൾ ഓഫ് ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? അല്ലേ, കണ്ണിലുണ്ണിയാണ്. ആപ്പിൾ ഓഫ് ഐ, കണ്ണിലുണ്ണി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ദശം. ഏറ്റുപാടുക എന്ന് പറഞ്ഞാൽ ശിങ്കിടി പാടുക.
ചുമ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കാസം. കാസം വലിക്കുക എന്ന് പറയില്ലേ. കരി പ്ലസ് പുലി കരിമ്പുലി, ഇമ്പ അല്ലേ. പൂജക ബഹുവചന ഉദാഹരണം സ്വാമികൾ, ഒറ്റയാളില്ലേ സ്വാമികൾ എന്ന് പറയുക. വെയിൽ നാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം എന്താണ്? വെയിലിൻ്റെ നാളം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതെല്ലാവരും കണ്ടിട്ട് തന്നെ പഠിച്ചിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് തന്നെ പോവുക. ആൻഡ് സബ്സ്ക്രൈബ് മീ. നിങ്ങളുടെ താങ്ക് യു വെരി മച്ച്.